വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇതാണ് ഞാൻ ഇപ്പം ജിമ്മ് മാറി. ഇതാണ് ന്യൂ ജിം. ഷോൾഡർ സെഷനാണ്. പിന്നെ ഞാൻ ബൾക്ക് ചെയ്യുമ്പോഴുള്ള ചില ടിപ്സ് പറഞ്ഞുതരാം. ലൈക്ക് കാലറീസ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു മൂന്നോ നാലോ കാര്യങ്ങൾ. ബൾക്കിംഗ് സീരീസ് ആയിട്ട് അങ്ങനെ തുടങ്ങും. ഞാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മൂവ്മെൻറ്റ് എന്തായാലും ഷോൾഡർ പ്രസ് ആണ്. 3 ഹാർഡ് സെറ്റ്സ്. ഒരു 6 to 8 ആണ് ഞാൻ ഫോക്കസ് ചെയ്യണത്. അപ്പോൾ എൻ്റെ ഒരു 8 റെപ്പ് കിട്ടണം ഈ ഒരു സെറ്റിൽ. എന്നപ്പോൾ എനിക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് ആവും. സോ ലെറ്റ് സി. ഇത് ഏകദേശം 37.5 ഒരു സൈഡാണ്. ഞാൻ ഡംബെൽസ് നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി. ഇങ്ങനത്തെ ഒരു മെഷീൻ എനിക്ക് ഇവിടെ കിട്ടിയപ്പോൾ ഞാൻ വെച്ചു വൈ നോട്ട് പ്രോഗ്രസ് ഇൻ മെഷീൻ. സോ ഒരു 8 റെപ്സ് ആണ് പ്ലാൻ ചെയ്യണം. നോക്കാം നമുക്ക്. 1 2 3 4 5 3 more 6 2 more. Come on. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ചിലവർക്ക് എത്ര കാലറീസ് ഒരു കഴിക്കണമെന്നുള്ള ആസ്പെക്റ്റിൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓഫൺ ടൈംസ് എന്നോട് ആൾക്കാർ പറയണോ ഞാൻ ബൾക്കിംഗ് ആണ്, പക്ഷെ അവർ കഴിക്കുന്ന കാലറീസ് ഭയങ്കര കുറവാവാം, അല്ലെങ്കിൽ ഭയങ്കര കൂടുതലാവാം. എൻ്റെ ഒപ്പീനിയനിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഗൂഗിളിൽ കുറേ നമ്പർ ഓഫ് സൈറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ ബോഡി മെയിൻറ്റെയിൻ ആവാൻ ഉള്ള ഒരു എമൗണ്ട് ഓഫ് കാലറീസിനെ കണ്ടുപിടിക്കുക. അതാണ് മെയിൻ്റനൻസ് കാലറീസ്. അത് ഗൂഗിളിലൂടെ നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് അത് ഒരു നിങ്ങൾ ആ ഒരു കിട്ടിയ കാലറി എപ്പോൾ നോക്കിയാലും ഒരു റഫ് എസ്റ്റിമേറ്റ് ആണ്. അതിനൊരു ഒരു 7 to 10 days അതിനെ കഴിച്ചു നോക്കുക, എന്നും വെയിറ്റ് മോണിറ്റർ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചിലത് ചെറുതായിട്ട് നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞ പോലെ എസ്റ്റിമേറ്റ് ആണത്. എന്നിട്ട് അവിടുന്ന് നിങ്ങൾ ഒരു സർപ്ലസ് എമൗണ്ട് ഓഫ് കാലറീസിനെ ആഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രാക്കിങ്ങിലും കുറച്ച് മാസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. ഏറ്റവും നമ്പർ 1 ടിപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് യുവർ മെയിൻ്റനൻസ് കാലറീസ് കാൽക്കുലേറ്റർ. എന്നിട്ട് ട്രാക്ക് ചെയ്യുക ഫുഡിനെ. പല രീതിയിലെ ആപ്പുകളുണ്ട് ഇപ്പോൾ. ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കുറേ അധികം ആപ്പുകളുണ്ട്. ഏതെങ്കിലും ഒരു ആപ്പിലൂടെ ട്രാക്ക് ചെയ്ത്. രണ്ടാമത്തെ സെറ്റ് 7 റെപ്സ് പോയി. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം ഞാൻ കുറച്ച് നേരത്തെ വന്നിക്കണം. അപ്പോൾ അവൻ എന്നെ സ്പോട്ട് ചെയ്തു. അത് 7 റെപ്സ്, ഫസ്റ്റ് സെറ്റ് 8. അപ്പോൾ പ്രോഗ്രസീവ് ഓവർലോഡ് ആണ് എന്തായാലും. ലാസ്റ്റ് സെറ്റ് ഞാൻ ഒരു ബാക്ക് ഓഫ് സെറ്റ് അടിക്കണേ 30 kgsന് ഒരു 10 to 12 എന്ന രീതിയിൽ. ലെവൻ റെപ്സ് പോയി. ഇനി ഒരു ഡ്രോപ്പ് സെറ്റ് അടിക്കാൻ 20 kgs ആണ് വെച്ചിട്ട്. രണ്ടാമത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഷെയ്ക്സ്. ലൈക്ക് ബൾക്കിൽ ഷെയ്ക്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ അതിൻ്റെ ഒരു വലിയ ഫാനല്ല. ഞാൻ എപ്പോൾ നോക്കിയാലും സോളിഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾ ഷെയ്ക്സ് ഇപ്പം എൻ്റെ ഒപ്പീനിയൻ അത്രയ്ക്ക് ഹാർഡ് ഗെയിനറാണ്. എങ്ങനെ രീതിയിൽ കഴിച്ചാലും വെയിറ്റ് കയറുന്നില്ല, അല്ലെങ്കിൽ കാലറീസ് നീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത സിറ്റുവേഷൻസിനാണെങ്കിൽ അവിടെ ഷേക്സ് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അല്ലാത്തപ്പോൾ സ്റ്റിക്ക് ടു ഫുഡ്സ് എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എങ്ങനെ പോയാലും അൾട്ടിമേറ്റ്ലി ചിലവർക്ക് എന്ന് വെച്ചാൽ ഫുഡ് കഴിച്ച് ബോഡി ബിൽഡേഴ്സൊക്കെ കണ്ടില്ലേ, ഷെയ്ക്കൊക്കെ അടിച്ചിട്ടാണ് ഒരു ആ ഒരു കാലറി ഇൻടേക്കിനെ മീറ്റ് ചെയ്യണേ. എൻ്റെ ഒപ്പീനിയനിൽ ഷെയ്ക്സ് ഞാൻ ഭയങ്കര ഫേവർ ചെയ്യുന്നില്ല. ബട്ട് ഇഫ് യു ആർ ദാറ്റ് മച്ച് ഓഫ് എ ഹാർഡ് ഗെയിനർ, ഒരു രീതിയിലും പറ്റുന്നില്ലെങ്കിൽ ഷെയ്ക്സ്, അതായത് ഏർലി ആയിട്ട് എണീറ്റിട്ട് കുറച്ച് ഷെയ്ക്സ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്റ് വർക്കൗട്ട് ഷെയ്ക്ക് ആഡ് ചെയ്യുക, ഹ്യൂമൻസ് ഹെൽപ്പ് ആവും ഒരു കാലറീസിനെ ഭയങ്കര രീതിയിൽ ബമ്പപ്പ് ചെയ്യാൻ. ഷേക്സ് ആഡ് ചെയ്യാം ഇഫ് യു ക്യാൻ. നെക്സ്റ്റ് എക്സസൈസ് വന്നിട്ട് കേബിൾസിൽ ലാറ്ററൽ റൈസ് ആണ്. 10 to 12 ആണ് എയിം ചെയ്യണത്. നമ്പർ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഞാൻ കൂടുതൽ നമ്പർ ഓഫ് സെറ്റ്സ് അടിക്കും. ആസ് ഓഫ് നൗ 2 സെറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു വേരിയേഷനിലേക്ക് ചിലപ്പോൾ പോകും, അല്ലെങ്കിൽ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. വെയിറ്റ് എന്തായാലും നമുക്ക് ഓവർ ആഡ് ചെയ്യാൻ പറ്റില്ല. യൂണിവേഴ്സൽ ലോ ആണ്. 5 kgsന് മേലെ പോകാറില്ല, എനിക്ക് പറ്റാനില്ല. ഇതിൽ കുറച്ചുകൂടി റെപ്സ് പ്രോപ്പറായി കൺട്രോൾ ചെയ്യുക, അതാണ് മെയിൻ കാര്യം. നിങ്ങളെ നെഗറ്റീവ് എത്ര സ്ലോ ആക്കണു, നെഗറ്റീവ് സ്ലോ ആക്കണമെങ്കിൽ ആ സ്ട്രെച്ച് ഫീൽ ചെയ്യുക, എന്നിട്ട് കൊണ്ടുവരിക. അതാണ് എല്ലാ ലാറ്ററൽ റേസ് വേരിയേഷനിലും
മെയിൻ ആയിട്ടുള്ള പോയിന്റ്. നെഗറ്റീവിനെ സ്ലോ ആക്കുക, ഈഗോ ലിഫ്റ്റിംഗ് മാറ്റി വയ്ക്കുക, എന്നിട്ട് പ്രോഗ്രസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, എല്ലാവരും കുറച്ച് ഇങ്ങനെയല്ല പിടിക്കാറ്, അതിന് പകരം നിങ്ങൾ നേരെ തന്നെ പിടിച്ചു നോക്കുക. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് സൈഡ് ഡെൽറ്റനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവും ചെയ്യും മൂവ്മെന്റ്. ടെൻ, രീതിയിൽ ബൾക്ക് ചെയ്യാം. ക്ലീൻ ബൾക്കിംഗ് അല്ലെങ്കിൽ ഡേർട്ടി ബൾക്കിംഗ്. ക്ലീൻ ബൾക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി 80% ഓഫ് ദ ടൈം ഹെൽത്തിയർ ഫുഡ് ചോയ്സസിന് സ്റ്റിക്ക് ഓൺ ചെയ്യും. ഡേർട്ടി ബൾക്കിംഗ് ആണ് ഈ കാലറി എങ്ങനെ വേണമെങ്കിൽ ഹിറ്റ് ചെയ്യുക. മാക്രോസ് ഇല്ല, ട്രാക്കിങ്ങിൽ ഒന്നുമില്ല. ഏത് ചെയ്യണം? ഞാൻ ഒരിക്കലും ഡേർട്ടി ബൾക്കിംഗ് ചെയ്യില്ല. എപ്പോഴും ഞാൻ ക്ലീൻ ബൾക്കിങ് പറയുള്ളൂ. കാരണം എനിക്ക് ട്രാക്ക് ചെയ്ത് ഒരു ഡൈജഷന് അധികം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാണ്ട് ഫുഡിന് ഇൻടേക്ക് ചെയ്യാന്നാണ് എനിക്ക് താല്പര്യം. ഡേർട്ടി ബൾക്കിംഗ് ആണെങ്കിൽ ഒരു എക്സ്ട്രീം കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ഉണ്ടാവില്ല. വിൽ ഗോ ക്രേസി ഓവർ ഫുഡ്സ്. അതിനേക്കാൾ ഭേദം എപ്പോൾ നോക്കിയാലും കഴിക്കണത് എന്താണ് ഉള്ളിലേക്ക് പോകുന്നത്, അതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് എപ്പോൾ നോക്കിയാലും ബെറ്റർ. ക്ലീൻ ബൾക്കിംഗ് ആണ് ഞാൻ നിങ്ങളോട് പറയുക സ്റ്റിക്ക് ഓൺ ചെയ്യാൻ. 70-80% ഓഫ് ദ ടൈംസ് ക്ലീൻ ഫുഡ്സ് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ബാക്കി 20% ആ റൂം എന്ന് പറയണത് നിങ്ങൾക്ക് ഉള്ള ഷുഗർ ക്രേവിങ്സ്, സ്വീറ്റ് ക്രേവിങ്സ്, മറ്റുള്ള ജങ്ക് ഫുഡ്സ് ഇൻവോൾവ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. ബട്ട് സ്റ്റിക്ക് ഓൺ ടു ക്ലീൻ ബൾക്കിംഗ്. ഈ ക്ലാരിഫിക്കേഷൻ 2 സെറ്റല്ല 3 സെറ്റ് അടിച്ചു. അതിൽ ഒരു സെറ്റ് അടിക്കാമെന്ന് വെച്ചു. ഇനി ഡംബല് പെർഫോം ചെയ്യാം, സീറ്റഡ് ആയിട്ടുള്ളത്, കാരണം കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഫൈവ് സെറ്റ്സ് ഓഫ് ലാറ്റർ റൈസസ്. പമ്പ് നോക്കാം. ഷോൾഡേഴ്സ് ഇനി എനിക്ക് റേഡൽറ്റോടെ ബാക്കിയുള്ളൂ, കാരണം ട്രാപ്പ് നാളെ ബാക്കിൻ്റെ പഠിക്കാനാണ്. നിങ്ങൾക്ക് ഷോൾഡേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ രീതിയിലും സെറ്റ്സ് ആൻഡ് റെപ്സിൻ്റെ എനിക്ക് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷോൾഡർ സെഷൻ്റെ ഇറക്കാം. പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ബൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മോർ ദാൻ ഇനഫ് കാലറീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റെൻഡ് വരെ നിങ്ങൾക്ക് ഹൈ വോളിയം സെഷൻസിലൂടെ റിക്കവർ ആവാൻ പറ്റും. കാരണം മോർ ഫുഡ്, അതുകൊണ്ട് തന്നെ റിക്കവറിയും അതിൽ എന്താ പറയുക പ്രയോറിറ്റൈസ് ആവും. അതുകൊണ്ട് തന്നെ കുറച്ച് വോളിയമിൽ ട്രൈ ഔട്ട് ചെയ്യാൻ പേടിക്കണ്ട. ഞാൻ ഹൈ വോളിയം ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. ഇതെനിക്കിപ്പോൾ ബെനിഫിഷ്യലായി തോന്നിയെങ്കിൽ ഇതിൽ തന്നെ സിക്കോണിയും. ഒരു രീതിയിലും ഒരു വർക്കൗട്ടോ ഡയറ്റോ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് ബിൽഡിൻ ആയിട്ടില്ല. അത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ലൈറ്റ് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് സ്യൂട്ടബിൾ ആണോ നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സസ്റ്റെയിൻ ആവാൻ പറ്റുന്ന രീതിയിൽ ഒരു റുട്ടീൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇനി മെല്ലെ മെല്ലെ ബൾക്കിങ്ങിൻ്റെ ചില കാര്യങ്ങളായിട്ട് ഓരോ വീഡിയോയിലായിട്ട് ഇറക്കാം. കാരണം എല്ലാം ഒരുമിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിങ് ആവും. ടോപ്പിക് തന്നെ എനിക്ക് കുറച്ച് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് എനിക്ക് ബൾക്കിനെ പറ്റി ചില കാര്യങ്ങൾ ഫസ്റ്റ് വീഡിയോ എന്ന നിലയ്ക്ക് ഇറക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നത്. ഉൾക്കൊണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, ഞാൻ അത് ഇറക്കാം. Hope that it helps. See you until next time. Stay strong.